ISL ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കുന്നു. 100% ഓഹരികളും വിൽക്കാനാണ് നിലവിലെ ഉടമകളായ മാഗ്നം സ്പോർട്സിന്റെ നീക്കം. പ്രസാദ് നിമ്മഗഡ, നടൻ ചിരഞ്ജീവി, നിർമ്മാതാവ് അല്ലു അരവിന്ദ് എന്നിവർ ഉൾപ്പെട്ട കമ്പനിയാണ് മാഗ്നം സ്പോർട്സ്. വിൽപ്പന സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അനിൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം? വിശദാംശങ്ങൾ. അനുജ, കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബ്ബുകളിലൊന്നാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ്. കേരളം ആസ്ഥാനമായിട്ടുള്ള ISL ക്ലബ്ബ്. ധാരാളം ആരാധകരുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ ടീമിന് വലിയ തിരിച്ചടികൾ നേരിട്ടിരുന്നു. ഇതിൻ്റെ മാനേജ്മെന്റിനെതിരെ, അതായത് ഈ ഉടമകൾക്കെതിരെ തന്നെ വലിയ വിമർശനം ഉണ്ടായിരുന്നതാണ്. 2014 ടീം ആദ്യമായി രൂപീകരിക്കുന്നത്. അന്ന് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും പ്രസാദ് പൊട്ടല്ലൂരി അടക്കമുള്ളവരാണ് ഇതിൻ്റെ ഉടമകളുണ്ടായിരുന്നത്. അവരിൽ നിന്ന് 2018 ഈ മാഗ്നം സ്പോർട്സ് ഇതിൻ്റെ എല്ലാ ഓഹരികളും വാങ്ങുന്നത്. മാഗ്നം സ്പോർട്സ് എന്ന് പറയുന്നത് പ്രസാദ് നിമ്മഗഡെ, ഒപ്പം തന്നെ നടൻ ചിരഞ്ജീവി, ഒപ്പം തന്നെ നടൻ അല്ലു അർജുൻ്റെ പിതാവും നിർമ്മാതാവുമായ അല്ലു അരവിന്ദ്, ഇവരുൾപ്പെട്ട ഗ്രൂപ്പാണ് ഈ മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത്. പക്ഷേ ഇവർ ടീമിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം പ്രത്യേകിച്ച് കഴിഞ്ഞ 2 സീസണുകളിലായി ഈ നിർമ്മാതാക്കൾക്കെതിരെ, അല്ലെങ്കിൽ ഈ ഉടമകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തിയിരുന്നു ആരാധകരടക്കം. അതായത് ടീമിന് പ്രത്യേക സ്ട്രാറ്റജികളില്ല, അല്ലെങ്കിൽ ടീമിന് കച്ചവട താല്പര്യങ്ങൾ മാത്രമാണ് തുടങ്ങിയ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലായിരുന്നു, അല്ലെങ്കിൽ പ്രതിഷേധ ചൂളയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അതൊക്കെ തന്നെയായിരിക്കും ഇപ്പോൾ ടീം വിൽപ്പനയ്ക്ക് വെക്കാനുള്ള ഒരു പ്രധാന കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്. അവരിൽ നിന്ന്, ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളിൽ നിന്നും കിട്ടുന്ന വിവരവും അങ്ങനെ തന്നെയാണ്. ഇത് കേരളത്തിൽ നിന്നുള്ള ചില ആളുകൾ തന്നെയാണ് ഈ ക്ലബ്ബ് വാങ്ങാൻ ഇപ്പോൾ ഒരുക്കമുള്ളത്. അതായത് പറഞ്ഞു കേൾക്കുന്ന പേര് പഴയ FC കൊച്ചിൻ്റെ ഉടമയടക്കമുള്ളവർ ഇപ്പോൾ ക്ലബിനെ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആരാധകർ ഒരുപക്ഷെ ഈ ഒരു നീക്കത്തെ സ്വാഗതം ചെയ്യുന്ന തരത്തിലായിരിക്കും. കാരണം ഈ ഉടമകൾക്കെതിരെ, ഇതിൻ്റെ ഡയറക്ടർക്കെതിരെ തന്നെ വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലും നേരിട്ടും ഗാലറിയിലും അടക്കം ആരാധകർ ഉയർത്തിയിരുന്നു. ഒരുപക്ഷെ ഈ മാനേജ്മെന്റ് മാറിയാലെങ്കിലും ടീം നന്നാവുമോ, അല്ലെങ്കിൽ ടീമിൻ്റെ ആരാധകരെ കൂടി ഉൾക്കൊണ്ടുള്ള ഒരു തീരുമാനമോ, ഇല്ലെങ്കിൽ സൈനിങ്ങുകളൊക്കെ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ആരാധകർ അങ്ങനെയായിരിക്കും ഉറ്റുനോക്കുക. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ആരാധകരുമായി, മഞ്ഞപ്പടയും ഒക്കെ തന്നെയായി നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്നത്. എന്തായാലും ISL ക്ലബ്ബുകളിലെ തന്നെ ഏറ്റവും ആരാധകരുള്ള ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ ആ ടീമിൻ്റെ ഒരു ചെറിയ നീക്കങ്ങൾ പോലും എന്തായാലും വലിയ വാർത്തയാവുന്ന ആ തരത്തിലാണ് ഇപ്പോൾ ക്ലബിൻ്റെ ഈ വിൽപ്പന സംബന്ധിച്ചും ഇപ്പോൾ വാർത്തകൾ ചർച്ചയാവുന്നത്. അതായത് 100% ഓഹരികൾ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണമായും വിറ്റൊഴിയുക എന്നതിലേക്കാണ് മാഗ്നം സ്പോർട്സ് കടക്കുന്നത്. ഇപ്പോൾ അനിൽ സൂചിപ്പിച്ചതുപോലെ പ്രശ്നങ്ങളുണ്ട്, ആരാധകർക്ക് നിരാശയാണ്, പരാതിയുണ്ട്. അപ്പോൾ അത് വാങ്ങുന്നവരാരാണെങ്കിലും അവർക്കതിൽ കുറേ പ്രതീക്ഷകൾ, ആരാധകരുടെ പ്രതീക്ഷകൾ, അതൊക്കെ നിറവേറ്റപ്പെടേണ്ടതുണ്ട്. അങ്ങനെ വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ആരായാലും അവരുടെ ചുമലിൽ ഉണ്ടാവുക, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 11 സീസണുകളായി കളിച്ചിട്ട് പോലും ഇതുവരെ കിരീടം നേടാത്ത, അല്ലെങ്കിൽ ടോപ്പ് ടയർ ടീമുകളിലൊന്നും കിരീടം നേടാത്ത ഏക സംഘം ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ്. 1-2 തവണ ഫൈനലിലേക്ക് മുന്നേറി അവിടെ കീഴടങ്ങുന്ന കാഴ്ച മാത്രമാണ് കണ്ടത്. സമീപകാലത്താണ് ഏറ്റവും വലിയ തിരിച്ചടികൾ ക്ലബ്ബ് നേരിട്ടുകൊണ്ടിരുന്നത്. അതായത് ഒരു തരത്തിലും നല്ല സൈനിങ്ങുകൾ ഉണ്ടാവില്ല, പ്രീ സീസൺ വളരെ മോശമാകും. അങ്ങനെ ആരാധകർ, ഇല്ലെങ്കിൽ സാധാരണ ഒരു ക്ലബ്ബ് ചെയ്യേണ്ട പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും ഈ ഈ ഉടമകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി ആരാധകർ ഉയർത്തുകയും പ്രതിഷേധം ഗാലറിയിലടക്കം പ്രതിഷേധിക്കുകയും അതിനെതിരെ ഉടമകൾ പോലീസിനെ സമീപിക്കുകയും അങ്ങനെ വലിയ രീതിയിൽ ആരാധകരും ഉടമകളും തമ്മിലും വലിയ തർക്കത്തിലും പ്രതിസന്ധികളിലും, അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്കും ഒക്കെ തന്നെ പോവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഒരുപക്ഷെ അന്ന് തന്നെ ചില വാർത്തകൾ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ ഇവർ ക്ലബ്ബ് ഒഴിഞ്ഞേക്കാം എന്നുള്ളത്. പക്ഷെ അതിപ്പോൾ സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ വാർത്തകൾ വരുന്നത്. എന്തായാലും അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ആരാധകർ ഒരു വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടെ ആയിരിക്കും ഈ ഒരു വിൽപ്പനയെ കാണുന്നത്, അല്ലെങ്കിൽ ഇവർ വിറ്റ് പോകുന്നതിനെ കാണുന്നത്. നേരത്തെ ഇവർക്ക് വെറും കച്ചവട താല്പര്യം മാത്രമുള്ളത്. ഒരു സമൂഹ മാധ്യമ കോട്ടിംഗ് പറയുകയാണെങ്കിൽ ഇവർ ഇടയ്ക്ക് ഒരു ചില ചിപ്സ് വിൽപ്പന മാത്രമായി മാറി കേരള ബ്ലാസ്റ്റേഴ്സ് ഉടമകളുടെ തന്ത്രം, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം ക്ലബിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല. ഈ സീസണിലേക്ക് വരികയാണെങ്കിൽ തന്നെ ISL നടക്കാത്ത ഒരു പ്രശ്നമുണ്ട്. ISL എന്ന് നടക്കുമെന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. എന്നിരുന്നാൽ പോലും പല ക്ലബ്ബുകളും വിദേശ സൈനിങ്ങുകൾ നടത്തുന്നു, അല്ലെങ്കിൽ ടീമിനെ ഒക്കെ തന്നെ ഇപ്പോഴും കളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ള താരങ്ങളെ അടക്കം പോവാൻ അനുവദിച്ച് ക്ലബിൻ്റെ ഉടമകളുടെ, അല്ലെങ്കിൽ പരിശീലകരുടെയും താരങ്ങളുടെയും ഒക്കെ തന്നെ സാലറി കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ഏറെക്കുറെ ഒരു അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ കടന്നു പോകുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഇതിനൊക്കെ തന്നെ കുറ്റക്കാരായി ആരാധകർ പറയുന്ന ഉടമകൾ വിറ്റൊഴിയുന്നത് ഒരുപക്ഷെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. പക്ഷേ പുതിയ വരുന്ന ആളുകൾക്കും വലിയ വെല്ലുവിളിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വലിയ ആരാധകരുള്ള സംഘം, അവരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ സൈനിങ് ഉണ്ടാവണം, പെട്ടെന്ന് തന്നെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കാരണം
സൂപ്പർ കപ്പ് അടുത്ത മാസമാണ് തുടങ്ങാനിരിക്കുന്നത് ഒക്ടോബറിൽ. അതിനു മുമ്പ് ഒരു പ്രീ സീസൺ ഒരുക്കേണ്ട കാര്യങ്ങളും ഒക്കെ തന്നെ ഈ പുതിയ ഉടമകൾക്ക് മേലാണ് വന്നു ചേരുക. അതോടൊപ്പം തന്നെ ഡിസംബറിൽ ISL തുടങ്ങാൻ ആലോചനയുണ്ടെന്ന് പറയുന്നു. അപ്പോഴേക്കും ഈ ടീമിനെ എന്താണോ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്ന ആ തരത്തിൽ കൊണ്ടുവരാൻ പുതിയ ഉടമകൾക്ക് ആവേണ്ടതുണ്ട്. അവർക്ക് മുന്നിൽ വലിയ വെല്ലുവിളി തന്നെയാണ്. പ്രത്യേകിച്ച് ഫുട്ബോൾ പാരമ്പര്യമുള്ള FC കൊച്ചിന്റെ ഉടമ അടക്കമുള്ള ആളുകൾ വരുമ്പോൾ ഒരുപക്ഷെ അതിനനുസരിച്ച് ആരാധകരുടെ ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കാം. അനുജ, ശരി, അതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒട്ടേറെ ആരാധകരുള്ള ടീമാണ്. ആ ടീം ഇപ്പോൾ വിൽക്കാൻ ഒരുങ്ങുകയാണ് ഉടമകൾ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് 24-ലൂടെയാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയുന്നത്. അനിൽ വാസുദേവാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. 100% ഓഹരികളും വിൽക്കാനാണ് മാഗ്നം സ്പോർട്സ് എന്ന നിലവിലെ ഉടമകളുടെ നീക്കം. ഒട്ടേറെ പഴികൾ ഈ ടീമിന്റെ ഇപ്പോഴത്തെ പോക്കുമായി ബന്ധപ്പെട്ടൊക്കെ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മാനേജ്മെന്റിനെതിരെ ആരാധകരുടെ വലിയ പ്രതിഷേധം പോലും നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത് വിറ്റൊഴിയാൻ ഉള്ള തീരുമാനത്തിലേക്ക് ഉടമകൾ കടക്കുന്നത്. ഇനി ആരാണ് ഈ ടീം വാങ്ങാൻ പോകുന്നത്, ആര് വാങ്ങിയാലും അവരുടെ തലയിലുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നുള്ളതിൽ തർക്കമില്ല. വിൽപ്പന സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എന്ന വിവരം കൂടിയാണ് അനിൽ വാസുദേവ് ഇപ്പോൾ പുറത്തുവിട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.